കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ പുതുക്കിയ പാട്ടക്കരാർ രജിസ്റ്റർ ചെയ്തു. ടികോമിന് വേണ്ടി സിഇഒ അബ്ദുൽ ലത്തീഫ് അൽമുല്ലയും സംസ്ഥാനത്തിനു വേണ്ടി ഐടി സെക്രട്ടറി കെ സുരേഷ് കുമാറുമാണ് കരാറിൽ ഒപ്പുവച്ചത്. സെസ് പദവി കിട്ടിയാൽ ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്ന് അബ്ദുൽ ലത്തീഫ് അൽമുല്ല അറിയിച്ചു. പാട്ടക്കരാറിലെ പുതിയ വ്യവസ്ഥകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ മന്ത്രി ശർമ്മ തയ്യാറായില്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗത്തിന് ശേഷമാണ് സ്മാർട്ട് സിറ്റി പാട്ടക്കരാർ ഒപ്പുവച്ചത്. കൊച്ചി സ്മാർട്ട് സിറ്റി കമ്പനി ചെയർമാൻ കൂടിയായ മന്ത്രി എസ് ശർമ്മ, ഐടി വകുപ്പ് സെക്രട്ടറി കെ സുരേഷ് കുമാർ, ടികോം ഗ്രൂപ്പ് സിഇഒ അബ്ദുൽ ലത്തീഫ് അൽമുല്ല, കമ്പനി സെക്രട്ടറി മിഥുൻ ബീരു എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. 1 മണിയോടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കരാറിൽ ഒപ്പുവച്ചു. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തുമെന്ന് മന്ത്രി എസ് ശർമ്മ പറഞ്ഞു. എല്ലാ നടപടിക്രമങ്ങളും അതിവേഗം പൂർത്തീകരിച്ച് സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാക്കുന്ന പ്രവർത്തനത്തിന്റെ അടിത്തറ എന്ന രൂപത്തിൽ ഇന്ന് ബോർഡ് മീറ്റിംഗും പാട്ടക്കരാർ ഒപ്പുവെക്കുന്നതിലൂടെ യാഥാർത്ഥ്യമാവുകയാണ്. പ്രാഥമിക മാസ്റ്റർ പ്ലാൻ തയ്യാറായതായി അബ്ദുൽ ലത്തീഫ് അൽമുല്ല പറഞ്ഞു. അടുത്ത ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗത്തിൽ വിശദമായ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കും. One of the things that we agreed on is the cancellation of the agreement, the previous ones, and signing the new agreement for the SEZ, and then what the following projects that we're going to take thereafter. 2 കരാറുകളായാണ് ഉടമ്പടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്മാർട്ട് സിറ്റി ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച MA യൂസഫ് അലി, ഇൻഫോ പാർക്ക് സിഇഒ ബിനു പാഴൂർ, ടികോം ഡയറക്ടർ ബോർഡ് അംഗം അനിരുദ്ധ്, ഇൻഫോ പാർക്ക് സീനിയർ ടെക്നിക്കൽ അഡ്വൈസർ കുര്യൻ എന്നിവരാണ് പാട്ടക്കരാറിലെ സാക്ഷികൾ. സെസ് പദവി ലഭിക്കാനുള്ള അപേക്ഷകൾ നാളെ സമർപ്പിക്കും. മനോരമ ന്യൂസ്, കൊച്ചി.